ഹലോ നമസ്കാരം സ്പ്രിംഗ് പാർട്ട്നേഴ്സ്. നമുക്ക് ഇന്നൊരു ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അതായത് നമ്മളൊരു ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ നേരം ആരുടെ ഐ ഡി ആണ് നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടത്, ആ ഐ ഡി ആരുടെ ഐ ഡി വഴിയാണ് നമ്മൾ ഒരു ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്ന ആ ഐ ഡി ഓപ്പൺ ചെയ്യുക. പാസ്വേഡും ഇത് അടിച്ചു കൊടുത്ത് നമ്മൾ ലോഗിൻ ചെയ്യുക. അതിനുശേഷം ഇയാളുടെ അണ്ടറിലേക്കായിരിക്കുമല്ലോ നമുക്ക് ഒരാൾ ജോയിൻ ചെയ്യിക്കേണ്ടത്, അതിന് വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ആളുടെ ഐ ഡിയും പാസ്വേഡും അടിച്ച് നമ്മൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇയാളുടെ വെൽക്കം ആ ഒരു പേജ് കാണും. കണ്ടോ, എല്ലാം ആക്റ്റീവ് ആണെന്നുള്ള കാണുന്നതും നാസർ എന്ന് പറയുന്ന ഐ ഡി ആണ്. അവരുടെ അണ്ടറിലാണ് എനിക്ക് ഒരാൾ ജോയിൻ ചെയ്യിക്കേണ്ടത്. അതിനുവേണ്ടി ഞാൻ റെഫറൽ ലിങ്ക് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ മുകളിൽ ഓപ്പണായി വരും. അത് നമുക്ക് സെലക്ട് ചെയ്യണം. ഫുള്ളൊന്ന് കംപ്ലീറ്റ് സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഓപ്പൺ കോപ്പി ഷെയർ എന്നുള്ള ഓപ്ഷൻ വരും. അതിൽ കോപ്പി വേണമെങ്കിൽ ചെയ്യാം, എന്നിട്ട് നമുക്ക് ഒരു വാട്സപ്പിലേക്ക് കൊണ്ടുപോയി പേസ്റ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് ഓപ്പൺ ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഓപ്പൺ ചെയ്ത് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇതിൽ ആഡ് ചെയ്യേണ്ട, അതായത് ഡീറ്റെയിൽസ് ആഡ് ചെയ്യേണ്ട ആളുടെ ഡീറ്റെയിൽസ്, അതായത് ഇപ്പം ഈ നാസർ എന്ന ആളുടെ റെഫറൽ ഐ ഡിയാണ് അവിടെ വന്നത്. പിന്നെ ആരുടെയാണോ സ്പോൺസർ ഐ ഡി കൊടുക്കേണ്ടത് അവരുടെ സ്പോൺസർ ഐ ഡി, അവരുടെ നെയിം അടിച്ചു കൊടുക്കുക. ആരെയാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത് അവരുടെ നെയിം അടിച്ചു കൊടുക്കുക. അതിനുശേഷം അവരുടെ പിൻകോഡ്, ഇവിടെ തന്നെ ഒരു സ്പോൺസർ ഐ ഡി വരുന്നുണ്ട്. ആ സ്പോൺസർ ഐ ഡി നമുക്ക് വേണമെങ്കിൽ നമ്മുടെ എന്താ പറയുക, ഈ ചേർത്ത ആളുടെ തന്നെ സ്പോൺസർ ഐ അടിക്കാം. പിന്നെ നെയിം ഉള്ള സ്ഥലത്ത് നമുക്ക് ചേർക്കേണ്ട ആളുടെ നെയിം എഴുതുക, പിൻകോഡ് എഴുതുക, ഫോൺ നമ്പർ എഴുതുക. ഓക്കെ, കോണ്ടാക്ട് നെയിം അതൊക്കെ നമുക്ക് തന്നിട്ടുണ്ടാവും. നമ്മളാകെ നെയിം, പിൻകോഡ്, ഫോൺ നമ്പർ ഇത്രയാണ് നമ്മൾ ആൾക്കാരോട് ചോദിക്കുന്നത്. ഇപ്പോൾ ഡിസ്ട്രിക്റ്റും ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഡിസ്ട്രിക്റ്റും നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ആ വേണ്ട ഡീറ്റെയിൽസ് അടിച്ച ശേഷം എൻ്റർ പാസ്വേഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആ പാസ്വേഡ് നമുക്കൊരു കോമൺ പാസ്വേഡ് സെറ്റ് ചെയ്യുക. അതിനുശേഷം അവർക്ക് ഐ ഡി കൊടുത്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ അവരോട് ആ പാസ്വേഡ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറയാം കേട്ടോ. ഇങ്ങനെ നമ്മൾ ചെയ്ത് ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വെൽക്കം സർട്ടിഫിക്കറ്റ് വരും. ആ വെൽക്കം സർട്ടിഫിക്കറ്റ് നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കുക. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആർക്കാണ് നമുക്ക് അയച്ചു കൊടുക്കേണ്ടത് അവർക്ക് അയച്ചു കൊടുക്കുക. ഇത്രേ ഉള്ളൂ കേട്ടോ, നമുക്കൊരു ഐ ഡി ക്രിയേഷൻ. താങ്ക് യു.